ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 25-ാമത്തെ ഞായറാഴ്ച നമ്മൾ ഒന്നാമത്തെ വായനയായിട്ട് വായിച്ചു കേൾക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12, 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും ആ ജ്ഞാനം പ്രായോഗികമായ തലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ലേഖനം എന്ന് പറയപ്പെടുന്ന യാക്കോബുസിനെയാണ് ലേഖനം 3-ാം അധ്യായം 16 മുതൽ 4-ാം അധ്യായം 3 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന. സുവിശേഷമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഈ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഈശോനാഥൻ തൻ്റെ പീഡാനുഭവത്തെയും ഉദ്ധാരത്തെയും സംബന്ധിക്കുന്ന രണ്ടാമത്തെ പ്രവചനം നടത്തുന്നതും ഈ പ്രവചനം അവസാനിക്കുന്ന 32-ാം വാക്യം ഇങ്ങനെയാണ്: ഈ വചനം അവർക്ക് മനസ്സിലായില്ല, എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ഇവിടെ ഈശോ വളരെ സീരിയസ് ആയിട്ടൊരു പാഠം പഠിപ്പിക്കുക. ഈ ശിഷ്യന്മാരെ മാത്രം വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പീഡാസഹനവും ഉദ്ധാനവും. 1-ാം പ്രവചനം, 2-ാം പ്രവചനം, 3-ാം പ്രവചനം. ഇപ്പോൾ 2-ാം പ്രവചനമാണ് ഇന്നത്തെ സുവിശേഷഭാഗം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച 1-ാം പ്രവചനം കഴിഞ്ഞുള്ള ഭാഗമാണ് വായിച്ചു കേട്ടത്. ഇപ്പോൾ 2-ാം പ്രവചനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ വചനം അവർക്ക് മനസ്സിലായില്ല, എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. എന്താണ് ഭയപ്പെടാൻ കാരണം? കവർണ്ണാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ഈ തർക്കിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണല്ലോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചത്? അവരത് പറഞ്ഞില്ല, പറയാൻ കൊള്ളത്തില്ല. അതാണ് സംഭവം. അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ സംസാരിച്ചത്, തർക്കിച്ചത്. അപ്പോൾ ഇതൊരു തർക്കമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, കാലാകാലങ്ങളായിട്ട് ഈശോനാഥൻ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് തർക്കം, വിഭാഗീയത. ഈ 12 പേരെ വലിയ സ്നേഹത്തോടെ ഈശോനാഥൻ കൂടെ കൊണ്ടു നടക്കുക. ഇവർക്കിടയിലാണ് ഈ ആരാണ് വലിയവനെന്നുള്ള തർക്കം നടക്കുന്നത്. ആരാണ് വലിയവനെന്നുള്ള തർക്കം കത്തോലിക്ക സഭയാണോ വലുത്, പ്രൊട്ടസ്റ്റന്റ് സഭയാണോ വലുത്, ക്രിസ്തു മതമാണോ വലുത്, ഹൈന്ദവ മതമാണോ വലുത്, അല്ലെങ്കിൽ ഇസ്ലാം മതമാണോ വലുത്? ഈ വലുതേത് എന്ന ഒരു തർക്കം, ആ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പരാജയം. നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ശ്രദ്ധിക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വളരെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ. നമ്മൾ ഏത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ കാര്യം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഈ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈശോ വളരെ സീരിയസ് ആയിട്ട് തൻ്റെ പീഡാസഹനത്തെയും ഉദ്ധാരത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആരാണ് വലിയവരെന്നതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഈശോ ഒരു കുട്ടിയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇവനെപ്പോലെ ആകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയവനാകാൻ സാധിക്കും. വലിയവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എല്ലാവരേക്കാളും ചെറിയവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കുന്നത്. ശ്രദ്ധേയമായൊരു വസ്തുത, ഈശോനാഥൻ 3 പ്രവചനങ്ങൾ നടത്തിയ തൻ്റെ പീഡാസഹനത്തെയും ഉദ്ധാനത്തെയും സംബന്ധിക്കുന്ന 1-ാം പ്രവചനം ഈശോ നടത്തുന്നത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 1-ാം പ്രവചനമൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് പത്രോസ് ഈശോയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ശാസിക്കാൻ തുടങ്ങിയ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഈ പീഡാസഹനമൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം എന്താണ്? പീഡാസഹനങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈശോ ഇയാളിങ്ങനെ നേതൃസ്ഥാനത്തേക്ക് നിർത്തിയിരിക്കുക. ഈ നേതൃസ്ഥാനത്തേക്ക് നിർത്തിയിരിക്കുന്ന ഈ വലിയവനായി നിൽക്കുന്ന പത്രോസ് ഇടിഞ്ഞ് താഴേക്ക് പോകും. കാരണം ഈശോ പീഡാസഹനത്തിലൂടെ കടന്നുപോയി കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പത്രോസിൻ്റെ സ്ഥാനം താഴെ പോകും. പത്രോസ് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വലിയവനാകാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈശോ പത്രോസിനോട് പറയുകയാണ്, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ സാത്താനെ, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഒപ്പിസൊമു സാത്താന, നീ എൻ്റെ പിന്നിലേക്ക് പോ സാത്താനെ, നീ എൻ്റെ മുമ്പിൽ കയറി ഇരിക്കുന്നവനായി മാറിക്കൊണ്ടിരിക്കുക. വിഭാഗീയത പറയുന്നവൻ ഗുരുവിൻ്റെ വഴിമുടക്കുന്ന പാറയായി മാറുന്നു. പള്ളി പണിയാനുള്ള പാറയല്ല പിന്നത്. ഇതാണ് നമ്മൾ 1-ാമത്തെ പ്രവചനം കഴിയുമ്പോൾ കാണുന്നത്. 2-ാമത്തെ പ്രവചനം കഴിയുമ്പോഴാണ് ഈ ഡയറക്റ്റ് ആയിട്ട് ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക, ആരാണ് വലിയവരെന്നുള്ളത്. രസകരമായ വസ്തുത, ഇതെല്ലാം പറഞ്ഞ് ഈ ശിശുവിനെയൊക്കെ പിടിച്ചൊരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി, ഇങ്ങനെ ഒരു തിയറി പ്ലസ് പ്രാക്ടിക്കൽ ക്ലാസ് ഈശോ നടത്തിയാണ്. ഒരു കുട്ടിയൊക്കെ വിളിച്ച് നിർത്തിയിട്ട് ഈ കുട്ടിയെപ്പോലുള്ളവനാ സ്വർഗ്ഗത്ത് കയറാൻ പോകുന്നത്, ഇവനെപ്പോലെ നിസ്സാരനാകുക, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഈശോ തൻ്റെ 3-ാം പ്രവചനം നടത്തുക. 3-ാം പ്രവചനം നടത്തുന്നത് പറയുന്നത് 10-ാം അധ്യായത്തിൽ 32 മുതലുള്ള വാക്യങ്ങളിൽ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ 3-ാം പ്രവചനം നടത്തി. ഈ 3-ാം പ്രവചനം നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അതും ഇവർ ശ്രദ്ധിച്ചില്ല.
ഒന്നാം പ്രവചനം നടത്തിയപ്പോൾ പത്രോസ് പ്രശ്നം ഉണ്ടാക്കി, രണ്ടാം പ്രവചനം നടത്തിയപ്പോൾ എല്ലാവരും കൂടെ തർക്കിച്ചുകൊണ്ടിരുന്നു, മൂന്നാം പ്രവചനം നടത്തിയപ്പോൾ ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ഈശോയുടെ ഇഷ്ട ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന യോഹന്നാനും സഹോദരൻ യാക്കോബും കൂടെ വന്നേക്കുക. ഗുരു, നീ പ്രതാപത്തോടു കൂടി എഴുന്നള്ളി വരുമ്പോൾ നിൻ്റെ വലതും ഇടതും ഇരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. ഇവിടെ ഇങ്ങനെ സെബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിക്കുന്നത് വളരെ ഡയറക്റ്റായിട്ട് മർക്കോസ് കുറിച്ച് വെച്ച കാര്യമാണ്. മത്തായിലത് അമ്മ ചോദിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വ്യത്യാസം മാത്രം. ഇവിടെ അതത്ര ഭേദപ്പെട്ട് കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അമ്മയെ കൊണ്ട് ചോദിപ്പിക്കുന്ന രീതിയിൽ മത്തായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഗുരു, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്ന എന്തും ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്, എന്ത് ചെയ്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഇരിക്കണം. കുടുംബക്കാർക്ക് എഴുതി കൊടുക്കുക. ഈശോയുടെ ഇടതും വലതും ഇരിക്കാനുള്ള മന്ത്രിസ്ഥാനങ്ങൾ കുടുംബക്കാർക്ക് ഈ ചേട്ടൻ അനിയനോട് കൊടുക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് വളരെ രസകരമായ ഒരു വരിയുണ്ട്. വരി ഇങ്ങനെയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈശോ ഇവരോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ നമുക്കറിയാം. ഈശോ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇടതും വലതും ഇരിക്കാനുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നത് ഞാനൊന്നും അല്ല, പിതാവാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾ എൻ്റെ കാസ പങ്കിടുമോ? എന്നോട് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിങ്ങൾ കുടിക്കാൻ പറ്റുമോ? ഇതാണ് ഈശോ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റും എന്നൊക്കെ അവർ മറുപടി പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു വസ്തുതയുണ്ട്. ഇതിൽ വായിക്കുന്നതാണ്, ഇത് കേട്ടപ്പോൾ 41 വാക്യം, ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബാക്കി 10 പേർക്കും. ഈ 10 പേരും മെച്ചപ്പെട്ട ആൾക്കാരായതുകൊണ്ടല്ല, ഇവരെല്ലാം ചോദിക്കാനായിട്ട് കാത്തിരുന്ന കാര്യം ഇവരെല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് യോഹന്നാൻ യാക്കോബോടെ കയറി ചോദിച്ചേക്കുക ഈ ഇടത് വലത് ഇരിക്കാനുള്ള സാധനം. അപ്പോൾ ഈ ബാക്കി 10 പേർക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഈ 12 പേർക്കും ഉള്ളിൽ ഈ കൊതി ഉണ്ടായിരുന്നു, ഒരു സ്ഥാനത്തിരിക്കണം, അധികാരം കിട്ടണം, പേര് പ്രശസ്തി ഉണ്ടാവണം, ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെ. അതുകൊണ്ട് ഈ 10 പേർക്കും 2 പേരുടെ അമർഷം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3-ാം പ്രവചനം അവസാനിക്കുന്നത്. ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ്, ഈശോ വളരെ സീരിയസ് ആയിട്ട് തൻ്റെ പീഡാസനത്തെയും ഉദ്ധാനത്തെ സംബന്ധിക്കുന്ന 3 പ്രവചനം നടത്തുമ്പോൾ 3 ആദ്യം പത്രോസ്, രണ്ടാമത് എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കി, മൂന്നാമത് യാക്കോബും യോഹന്നാനോട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ 3 തർക്കം ഒന്ന് തന്നെയാണ്, ആരാണ് വലിയവൻ. നമ്മൾ ഒന്നാമത്തെ വായനയിൽ പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നീതിമാൻ ദുഷ്ടനോട് ദുഷ്ടന്മാർ പറയുന്നു, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം, അവൻ നമുക്ക് ശല്യമാണ്. എന്നിട്ട് ഇങ്ങനെ അനീതിയും ദുഷ്ടതയും പ്രവർത്തിക്കുന്ന ആൾക്കാർ നീതിമാനെ എങ്ങനെ വകവരുത്താമെന്നുള്ളതിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നീതിമാനായ ഒരാൾ തൻ്റെ പേരിനും പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടിയൊന്നും നിലകൊള്ളത്തില്ല. അയാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. അയാളുടെ സ്വാർത്ഥത അതിനൊന്നും അയാൾ ഇടപെടത്തില്ല. ഇനി യാക്കോബ് ശ്ലീഹ കുറേ കൂടി വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 16 മുതൽ 4-ാം അധ്യായം 3-ാം വാക്യം വരെ. ഇപ്പം ആ ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. ഈ ആരാണ് വലിയവരെന്ന ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യനെ കൊണ്ടുപോകുന്ന 3 എലമെൻസാണ് നമുക്ക് യാക്കോബ് ശ്ലീഹയുടെ ഈ ലേഖനത്തിൽ 2-ാം വായനയിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക. ഇവിടെ 2 പറഞ്ഞു കഴിഞ്ഞു, അസൂയ, സ്വാർത്ഥത. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് യാക്കോബ് ശ്ലീഹയുടെ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഇതിൽ യുദ്ധമൊക്കെ ഉണ്ടാകുന്നുണ്ട്, വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നുമല്ലേ അവ ഉണ്ടാകുന്നത്? ഈ പ്രതികാരത്തിൻ്റെയൊക്കെ ദുരാശ, ശത്രുതയുടെ ദുരാശയിൽ നിന്നൊക്കെയല്ലേ അതുണ്ടാകുന്നത്? അല്ലെങ്കിൽ ആർത്തി, ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിൽ നിന്നുമല്ലേ ഇതെല്ലാം ഉണ്ടാകുന്നത്? ഇതാണ് ഈശോ പറയുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലൂടെ നമ്മൾ വചനത്തിൽ വായിച്ചെടുക്കുക. നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 അസൂയ, 2 സ്വാർത്ഥത, 3 ദുരാശ. ഇതാണ് ഈ വലിയവനാകാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ. ലോകത്ത് അനേകായിരങ്ങളുടെ വിജയങ്ങളും അനേകായിരങ്ങളുടെ പ്രതാപവും ഒക്കെ കാണുമ്പോൾ നമുക്കും അവനേക്കാൾ വലിയവനാകണം എന്ന ആഗ്രഹം ഉണ്ടാവും, പേരും പ്രശസ്തിയും ഉണ്ടാകണം. അതിന് പെട്ടെന്ന് ഈ ഭാഗം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചുള്ള തർക്കം വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിൽ അതിലെ ഒരു സെൽഫ് പ്രൊജക്ഷനൊക്കെയുള്ള കുറച്ചൊന്ന് പേരും പ്രശസ്തിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു സിനിമാ നടൻ്റെ കഥയാണ് അതിൽ പറഞ്ഞു വരുന്നത്. അയാൾ ഇങ്ങനെ തട്ടിപ്പിലൂടെയൊക്കെ സിനിമ നടനായ ഒരു കഥയാണ്, പലരും കണ്ട സിനിമയായിരിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ ജില്ലകളിലും എല്ലാ ജംഗ്ഷനുകളിലും എൻ്റെ ഫ്ലെക്സ് വെക്കണം, എൻ്റെ തല എൻ്റെ ഉടൽ, എൻ്റെ തല എൻ്റെ ഉടൽ. ഈ എൻ്റെ തല എൻ്റെ ഉടൽ എന്ന് പറയുന്ന ആൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇപ്പോൾ ചിന്തിക്കും, നമ്മളും ചില നേരങ്ങളിലെങ്കിലും ചെറിയ തോതിലെങ്കിലും എൻ്റെ തല എൻ്റെ ഉടലെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ പേര് ബാക്കിയുള്ളവർ പറഞ്ഞു കേൾക്കണം,
കുറേ തട്ടിക്കൂട്ട് പരിപാടികൾ ഒപ്പിക്കണം, അല്ലെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടണം, ഒരു സമ്മേളനം വരണം, മുഖ്യ വേദിയിൽ കുറേ കസേരയിട്ട് നിരത്തിയിരുത്തണം, വിളക്ക് കത്തിക്കാൻ പോകണം. ഞാനിങ്ങനെ പറയാറുണ്ട്, സമയം കത്തോലിക്ക സഭയിൽ നമുക്കിങ്ങനെ അവസരങ്ങളുള്ളതുകൊണ്ടാണ്. മറ്റു മതങ്ങളിൽ അത്രയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ പാർട്ടിയിലൊക്കെ ഉള്ള പോലെ സ്റ്റേജിന് വേണ്ടി, സ്റ്റേജിലെ കസേരയ്ക്ക് വേണ്ടി, കസേര പ്രധാന സ്ഥാനത്തിരിക്കുന്ന കസേരയ്ക്ക് വേണ്ടി, പിന്നെ വിളക്കിന് വേണ്ടി, വിളക്ക് കത്തിക്കാൻ വേണ്ടി, ബാഡ്ജ് കുത്താൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മാനിയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. വിളക്കോ മാനിയ, ഫോട്ടോ മാനിയ, അല്ലെങ്കിൽ ബാഡ്ജ് മാനിയ എന്നൊക്കെ നമുക്ക് പറയാവുന്ന വ്യത്യസ്തമായ മാനിയേഴ്സ്. ഇങ്ങനെ എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ തല, എൻ്റെ ഉടൽ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ നമുക്കിതാ കാണാൻ സാധിക്കുക, അസൂയയിൽ നിന്നും ഇത് ഉടലെടുക്കുന്നത്. ആരൊക്കെയോ കൈവരിച്ച വലിയ നേട്ടങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മളൊക്കെ തലകുത്തി നിന്നാൽ പോലും ആ നേട്ടങ്ങളിൽ എത്താൻ സാധിക്കത്തില്ല. നമുക്കൊരു ചിന്തയുണ്ട്, വേറെ ഏതെങ്കിലും മേഖലയിൽ ഈശോ നമ്മളെ ബലപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ചിന്തിക്കത്തില്ല. മറ്റേയാൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ മറികടന്നിട്ട് കുറച്ചുകൂടി സ്വയം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്വയം വലുതാണെന്ന് കാണിക്കുവാൻ വേണ്ടിയൊക്കെയുള്ളൊരു ശ്രമത്തിൽ ഏർപ്പെടണമെന്ന് തീവ്രമായ ഒരാഗ്രഹം ഉള്ളിലുദിക്കുന്നതിൻ്റെ കാരണം അസൂയയാണ്. ഇപ്പോൾ ഞാനാണ് വലിയവൻ എന്നുള്ള തർക്കത്തിന് കാരണമായി നിൽക്കുന്ന ഒന്ന് അസൂയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് സ്വാർത്ഥതയാണ്. ഇപ്പം എനിക്കെല്ലാം വേണം, എല്ലാം വെട്ടിപ്പിടിക്കണം, പണം, സമ്പത്ത്, അധികാരം എല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാം എൻ്റെ കൈ വരണം, അപ്പോൾ ഞാൻ വലിയവനാകും. ഒരുപാട് പണമുള്ള, അപ്പോൾ ഇങ്ങനെ എന്താ ആ വായനാഭാഗത്തുണ്ട്, യാക്കോബുസ്ലീഹയുടെ ലേഖനത്തിലുണ്ട്, 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം അവസാന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സകല ദുഷ്കർമ്മങ്ങളും വരിക, അഴിമതി, അസത്യം, ഒരു മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള അഴിമതി, പണം വെട്ടിപ്പിടിക്കുക, വളഞ്ഞ വഴി കൂടെ പണം ഉണ്ടാക്കുക, ഇങ്ങനെ സകലതും കൈക്കലാക്കുക എന്നൊക്കെ പറയപ്പെടുന്ന സ്വാർത്ഥത. അതാണ് രണ്ടാമതായിട്ട് യാക്കോബ് ശ്ലീഹ ഈ തൻ്റെ ലേഖനത്തിലൂടെ 2-ാം വായനയിൽ പറയുന്നത്. മൂന്നാമത്തത് ദുരാശ. ആരോടൊക്കെയോ ശത്രുതയുണ്ട്. ഈ ശത്രുതയിൽ അവരൊക്കെ പരാജയപ്പെട്ട് കാണണം, ഞാൻ വിജയിച്ച് കാണണം. ഇതാണ് താൻ വലിയവനാകണം എന്നതിന് പ്രേരിപ്പിക്കുന്ന മൂന്നാമത്തെ ഘടകം. പിന്നെയും വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷേ യാക്കോബ് ശ്ലീഹയുടെ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 3 കാര്യങ്ങളാണിത്. 1 അസൂയ, 2 സ്വാർത്ഥത, 3 ദുരാശ. ഈ അസൂയ ഉള്ളതുകൊണ്ട് മറ്റവനേക്കാൾ വലിയ പേരെടുക്കണം, നേരത്തെ പറഞ്ഞാണെങ്കിൽ എൻ്റെ തല, എൻ്റെ ഉടൽ. രണ്ടാമത് സ്വാർത്ഥത ഉള്ളതുകൊണ്ട് മറ്റുള്ളവനേക്കാൾ പണം, സമ്പത്ത് ഇങ്ങനെ സ്വരുക്കൂട്ടണം. എന്തിനാണ് ഇത്രയും സമ്പത്ത് സ്വരുക്കൂട്ടുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു ബോധമൊന്നുമില്ല. ജീവിക്കാനുള്ള പണമല്ല, ഇനി നമ്മൾ സാധനം പറയാറുണ്ട്, 2 തലമുറയ്ക്കോ 3 തലമുറയ്ക്കോ ജീവിക്കാനുള്ള പണമല്ല, എന്നാലും പിന്നെയും വേണം എന്നുള്ള ചിന്ത, അത് സ്വാർത്ഥത. അത് പേരെടുക്കാനുള്ളൊരു സ്വാർത്ഥതയാണ്. ഇങ്ങനെ ഇതെല്ലാം, സമ്പത്തെല്ലാം സ്വരുക്കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നൊരു പേര്, ഞാൻ വലിയവനായി മാറും എന്നൊരു ചിന്ത. മൂന്നാമത്തത് ദുരാശ. ആരോടൊക്കെയോ ശത്രുതയുള്ളതിൻ്റെ പേരിൽ അവരെല്ലാം നശിച്ച് കാണുകയും അവരെക്കാളെല്ലാം ഞാൻ വിജയിച്ച് നിൽക്കുകയും ചെയ്യണം, ഞാൻ വലിയവനാണ് എന്ന്. അപ്പം താൻ വലിയവനായി മാറണം എന്ന ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആ വലിയ തർക്കം, കാലാകാലങ്ങളായി കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന തർക്കം, നമ്മൾ കേരളത്തിലേക്ക് വന്ന് നമുക്ക് റീത്തുകൾ തമ്മിലുണ്ട്. സീറോ മലബാർ സഭയും ലത്തീൻ സഭയും സീറോ മലങ്കര സഭയും ഒക്കെ തമ്മിൽ തർക്കങ്ങൾ. ഇനി ലത്തീൻകാരുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ പ്രോവിൻസ് തിരിഞ്ഞ തർക്കങ്ങൾ. സീറോ മലബാറിനുള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. ഇനി ലത്തീനിൽ ഒരു രൂപതയ്ക്കകത്തേക്ക് വരികയാണെങ്കിൽ ഉൾനാട്, ആ പ്രദേശം, ഈ പ്രദേശം എന്ന പേരിൽ തർക്കങ്ങൾ. ഇനി ഇടവകയ്ക്കകത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും പല ഇടവകളിലും അങ്ങേയറ്റം ഇങ്ങേയറ്റം, അക്കരെ ഇക്കരെ, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ. അപ്പോൾ ഈ വിഭാഗീയ ചിന്ത ഈ ഒരു ടൈപ്പ് ക്യാൻസറായിട്ട് കത്തോലിക്ക സഭയെ ബാധിച്ചിരിക്കുന്ന വസ്തുതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ആ മഹത്വമേറിയ രക്ഷകനായ ഗുരു തൻ്റെ 12 പേരിൽ നിന്നും നേരിട്ട പ്രശ്നം ഇന്നും നിലനിൽക്കുന്നു, ലോകാവസാനത്തിൽ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഇതിനെ എങ്ങനെ മറികടക്കാം, ഇതാണ് നമ്മൾ ഈ വായിച്ചെടുക്കേണ്ടത്. വളരെ വ്യക്തമായിട്ടും സുവിശേഷത്തിലൂടെയൊക്കെ ഈശ്വനാഥന കുട്ടിയെ പിടിച്ച് നടുക്കിർത്തി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇവനെപ്പോലെ ആകുകയാണെങ്കിൽ, അങ്ങനെ ആകാൻ ശ്രമിക്കുന്നവനാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെയല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ്. അസൂയയിൽ നിന്നും
പുറത്തു കിടക്കാനായിട്ട് ശ്രമിക്കുക, അസൂയയെ അകറ്റി നിർത്താൻ ശ്രമിക്കുക, സ്വാർത്ഥത എടുത്തു കളയുക, നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ ശ്രമിക്കുക, ദുരാശകളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സദാ പ്രാർത്ഥനയോടുകൂടി ജാഗ്രത പുലർത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട അവസ്ഥ. അപ്പോൾ ഈശോ നമ്മൾ നയിക്കുന്ന ഈ ആരാണ് വലിയവനെന്ന എക്കാലത്തെയും തർക്കത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കാം.